ഗായ്സ്, എൻ്റെ തമ്പനെയിലിനകത്ത് കണ്ടതുപോലെ തന്നെ ഫ്ലോപ്പായി പോയിട്ടുള്ള എൻ്റെ റെസിൻ ആർട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ കാണിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ കല്യാണ ഫോട്ടോയൊക്കെ ഞങ്ങൾ പ്രിൻ്റ് എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. ഇതിൻ്റെ എമൗണ്ട് എത്രയായിരുന്നു ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ഒരു ഷീറ്റിൽ ഇത്രയോ ഇതാക്കി തരുന്നതിന് 50 രൂപയോ 100 രൂപ ഏതാണ്ടായിരുന്നു കേട്ടോ. അതെൻ്റെ ഹസ്ബൻഡാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. പിന്നെ ഞാൻ നമ്മുടെ കല്യാണ മാലയും ബൊക്കയും ഒക്കെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ ഒരു റെസിൻ ആർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇത് ഞങ്ങൾ ആദ്യം തന്നെ ചെയ്തില്ലായിരുന്നു. ഞങ്ങൾ ഗോവയിലൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ ഞങ്ങൾ ഓൺലൈനായിട്ടായിരുന്നു ഇതിൻ്റെ ഈ റെസിൻ ആർട്ടിൻ്റെ കിറ്റൊക്കെ വാങ്ങിച്ചത്. ഞങ്ങൾ ഗോവയിലൊക്കെ ചെന്ന് തിരക്കി നടന്നായിരുന്നു കേട്ടോ. കുറേ കടകളിൽ കയറിയപ്പോഴത്തേക്കിനും അതിൻ്റെ ഈ മോൾഡില്ലേ അത് മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതെല്ലാം സെപ്പറേറ്റ് നമുക്ക് വാങ്ങിക്കണം. അപ്പോൾ അതിന് സെപ്പറേറ്റ് തിരക്കി നടക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഓൺലൈനിൽ അങ്ങ് ഓർഡർ ചെയ്തു. അപ്പോൾ ഈ ഒരു കിറ്റിന് 600 സംതിങ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് ഇടാനായിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഫ്ലവേഴ്സും ലീവ്സും അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ട്. പിന്നെ ഇതേപോലെ റെസിനും ഉണ്ട്, ഹാർഡനറും ഉണ്ട്, പിന്നെ ഈ മോൾഡുണ്ട്, പിന്നെ അതേപോലത്തെ ഒരു സ്റ്റാൻഡുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ഇടാൻ വേണ്ടി കുറേ ഗിൽറ്റും പിന്നെ കുറച്ച് പൊടിയൊക്കെ അങ്ങനത്തെ ഇങ്ങനെ നമുക്ക് കളർ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നമ്മളുടെ പ്രിൻ്റ് ഔട്ട് എടുത്തിരുന്ന ഈ ഒരു ഫോട്ടോയൊക്കെ കട്ട് ചെയ്ത് എനിക്ക് വേണ്ടുന്ന ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ആദ്യം ഇങ്ങനെ മോൾഡിലോട്ട് വെച്ച് നോക്കി കേട്ടോ, എങ്ങനെ ഏത് ഷേപ്പിൽ വേണം, അല്ലെങ്കിൽ ഏതൊക്കെ ഫോട്ടോ അല്ലെങ്കിൽ ഏത് രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യണമെന്നുള്ള രീതിയിൽ ആദ്യം ഞാനിങ്ങനെ ജസ്റ്റ് ചുമ്മാ മോൾഡിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു. അതിനുശേഷം ഇത് എൻ്റെ താലിയാണ് കേട്ടോ. ഈ ഒരു താലി എന്ന് പറഞ്ഞാൽ താലി ചരടായിരുന്നു. അപ്പം ഇതാണല്ലോ ഫസ്റ്റ് നമ്മളിങ്ങനെ താലി ആ ഒരു ചരടിൽ ഇതാക്കിയാണല്ലോ കെട്ടുന്നത്. അപ്പോൾ ആ ഒരു സംഭവം കളയാതിരിക്കാൻ വേണ്ടിയും പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ആ ഒരു ഇതിൻ്റെ അകത്ത് താലിച്ചരടും കൂടി സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അതങ്ങനെ ആദ്യം കുറേ ഷേപ്പിലൊക്കെ ഇങ്ങനെ വെച്ച് നോക്കി. പക്ഷേ അതൊന്നും ഇഷ്ടപ്പെടാതെ പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു ഇങ്ങനെ നമുക്കിങ്ങനെ ചുറ്റി ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. ഇതേപോലെയൊക്കെ ഞങ്ങൾ വെച്ച് നോക്കി. എന്നിട്ട് അതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഹാർട്ട് ഷേപ്പിലൊക്കെ ആക്കി നോക്കാമെന്ന് വെച്ചു. അപ്പോൾ അതൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ ചുരുട്ടി വെച്ചു കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് ചെറുക്കനെ സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇതാക്കിയ മാലയായിരുന്നു കേട്ടോ. അതിൻ്റെ അകത്തുനിന്ന് ആ റോസാപ്പൂ എനിക്ക് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ അത് ശേഖരിച്ച് വെച്ചത്. ഇതാണ് ഞങ്ങളുടെ കല്യാണമാല. ഇത് ഫുള്ള് റോസാപ്പൂവിൻ്റെ ആയിരുന്നു കേട്ടോ. പക്ഷേ ആ റോസാപ്പൂ എനിക്ക് തോന്നുന്നത് ഫ്രഷ് ആയിട്ട് എടുത്താലേ നല്ലതുള്ളൂ. ഇപ്പം ഉണങ്ങി അതായത് ഈ ഡ്രൈ ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനും എല്ലാം ഒരു സൈസ് മഞ്ഞ കളർ പോലെ. അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ റോസാപ്പൂവിൻ്റെ ഒരു 2-3 ഇതൾ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇടയ്ക്ക് വെക്കുന്ന കുഞ്ഞു പൂക്കളുടെ ഉണ്ടായിരുന്നു, അത് ഞങ്ങളിപ്പോൾ എടുത്തു കേട്ടോ. ഞാൻ പിന്നെ ഇതേപോലെ ഇങ്ങനെ ഹാർട്ട് ഷേപ്പിലൊക്കെ ആ ഒരു താലിച്ചരട് വെച്ച് നോക്കി. പക്ഷേ അത് ഹസ്ബൻഡിന് ഇഷ്ടപ്പെടാതെ ആൾ പറഞ്ഞു ഇങ്ങനെ ചുറ്റി വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിങ്ങനെ ചുറ്റി തന്നു കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ വെച്ച് നോക്കി. അപ്പോൾ ഇനി വിചാരിച്ചു എന്നാൽ പിന്നെ ഓക്കെ അങ്ങനെയെങ്കിൽ അങ്ങനെ എന്ന് വെച്ച് അങ്ങനെ വെച്ച് നോക്കി കേട്ടോ. പിന്നെ നമ്മുടെ ഹാർഡനറും റെസിനും എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസിൻ 3:1 റേഷ്യോയായിരുന്നു തന്നിരുന്നത്. ഞങ്ങൾക്കിങ്ങനെ വെയിറ്റ് ഒന്നും എടുക്കാൻ വേണ്ടി വെയിറ്റ് ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ട് ഞാനൊരു ഏകദേശം ഒരു ഇത് വെച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ അളന്നെടുത്തത് കേട്ടോ. അതായത് ആ ഒരു കപ്പിൻ്റെ 3/4 ഭാഗത്തോളം റെസിൻ ഒഴിച്ചിട്ട് ഹാർഡനർ 1% എന്നുള്ള രീതിയിൽ ആണ് ഞാൻ ഒഴിച്ചത്. അതായത് 3:1 റേഷ്യോ ആയിരുന്നു അതിൻ്റെ അകത്ത് കൊടുത്തിരുന്നത്. അങ്ങനെയായിരുന്നു ഞാൻ റെസിനൊക്കെ കൊടുത്തത്. പിന്നെ നമ്മളിങ്ങനെ പതുക്കെ വേണം അതിങ്ങനെ മിക്സ് ചെയ്യാൻ കേട്ടോ. ഇതിപ്പോൾ ഞാൻ സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ സ്പീഡായിട്ട് തോന്നുന്നത്. നമ്മളിങ്ങനെ പതുക്കെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ നമ്മൾ ഈ റെസിൻ ആർട്ട് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ചെയ്യുന്നതിന് മുന്നേ കുറേ ട്യൂട്ടോറിയൽ കണ്ട് നോക്കണം കേട്ടോ. എന്നാലേ ഇത് ആദ്യത്തെ സെറ്റിൽ തന്നെ നമുക്ക് ശരിയായിട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്ലോപ്പായി ഞങ്ങൾക്ക് പറ്റിയതുപോലെ ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. ഞങ്ങൾക്ക് ബാക്കി എല്ലാം ഓക്കെ ആയിരുന്നു. ഫോട്ടോയുടെ കേസ് മാത്രമാണ് ഞങ്ങൾക്ക് ഫ്ലോപ്പായി പോയത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോ വെക്കുന്ന റെസിൻ ആർട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പ്ലാസ്റ്റിക് കോട്ടോട് കൂടിയുള്ള ഫോട്ടോ വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. അതല്ലാതെ നമ്മളിങ്ങനെ ചുമ്മാ ഫോട്ടോയുടെ പേപ്പറിൽ നമ്മൾ പ്രിൻ്റ് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ റെസിൻ ഒഴിക്കുമ്പോഴത്തേക്കും അത് അതിൻ്റെ അകത്ത് നിന്ന് ഇളകി പോവും ഗൈസ്. അതായിരുന്നു ഞങ്ങളുടെ ഫ്ലോപ്പായി എന്ന് ഞാൻ പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് സെറ്റൊക്കെ ചെയ്ത് എല്ലാം ഇതാക്കി. പിന്നെ കുറ്റം മൊത്തം എൻ്റെ തലയിലായി കേട്ടോ. കാരണം ഞാൻ ട്യൂട്ടോറിയൽ ശരിക്കും നോക്കാതെ ചെയ്ത് തുടങ്ങിയതാണെന്നും പറഞ്ഞ ആൾ എന്നെ കുറേ ചീത്ത പറഞ്ഞു. പക്ഷേ അത് നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ. ഫോട്ടോ നമ്മളിങ്ങനെ ഇത് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇച്ചിരി ആയിട്ട് ഇങ്ങനെ അതിനകത്ത് നിന്ന് ഇളകി പോകുന്നത് കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അയ്യോ
ഇങ്ങനെ പ്ലാസ്റ്റിക് കോട്ടോട് കൂടിയുള്ള പ്രിൻ്റ് ഔട്ട് വേണം അപ്പോൾ എടുക്കാനായിട്ട്. നിങ്ങളൊക്കെ ഇനി ഇതിങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ അതായത് നമ്മൾ ഫോട്ടോ പ്രിൻ്റ് എടുക്കുമ്പോഴത്തേക്കിനും പ്ലാസ്റ്റിക് കോട്ടോട് കൂടിയുള്ള ഫോട്ടോ വേണം നമ്മൾ പ്രിൻ്റായിട്ട് എടുക്കാനായിട്ട്. സാധാ ചുമ്മാ പ്രിൻ്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ റെസിൻ വെച്ച് കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ അകത്തുനിന്ന് ഇളകി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ പിന്നെ ഞാൻ ഇത്രയൊക്കെ ചെയ്തത് വെറുതെ ആയിപ്പോയി എന്നുള്ളൊരു മൈൻഡ് വന്നപ്പോൾ എനിക്ക് കുറേ സങ്കടമായി കേട്ടോ. കാരണം ഇപ്പം ഈ വീഡിയോ കാണുമ്പോഴത്തേക്കിനും നല്ല രസമുണ്ടായിരുന്നു, അത് ഓക്കെ ആയി കിട്ടിയിരുന്നെങ്കിൽ പൊളിയായിരുന്നേനെ എന്നൊക്കെ ഇപ്പോൾ ആഗ്രഹിക്കുന്നു കേട്ടോ. കാരണം ഞാൻ തന്നെ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് നേരിട്ട് ഇതായപ്പോഴത്തേനും ഞാനല്ലേ ഇത് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ വലിയ ഇഷ്ടം തോന്നിയില്ല. പക്ഷേ ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കിനും എനിക്ക് ഇത് നല്ലതായിട്ട് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ആ ഒരു ഫോട്ടോയുടെ കേസ് മാത്രമാണ് ഞങ്ങൾക്ക് അങ്ങനെ പറ്റിപ്പോയത്. അതായത് നമ്മൾ റെസിൻ ഒഴിച്ചപ്പോഴത്തേക്കിനും അതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ ഇളകി പോകുന്നു ഗൈസ്. അപ്പോൾ പിന്നെ ഫോട്ടോ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യാനായിട്ടില്ലല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ഇതായിരുന്നു എൻ്റെ ഫൈനൽ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ടാറ്റാ.